സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പൊ എന്റെ മക്കൾക്ക് ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത്, നിങ്ങൾ എക്സാം എഴുതിയിട്ടില്ലേ അല്ലെ? നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ ഒരു കുറേ ക്വസ്റ്റ്യൻസ്, 5 പ്രവർത്തനങ്ങൾ അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻസ് എക്സാം ആയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാവരും എഴുതി കഴിഞ്ഞു എന്ന് ടീച്ചർ വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിട്ടിരിക്കുന്നത്. അപ്പൊ ഉത്തരങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ എഴുതിയത് എന്നൊക്കെ നിങ്ങൾക്കൊന്ന് വാല്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ടീച്ചർ അതിനെ പറ്റി ഒന്ന് പറയാം കേട്ടോ. കാരണം പരീക്ഷ എന്താണ്, പരീക്ഷ ഇതാ തൊട്ട് മുന്നിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഉത്തരങ്ങളെല്ലാം ഇതിലുണ്ട്. ഓക്കെ, നമ്മളൊന്ന് നോക്കിയാലോ. അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. നമുക്ക് നോക്കാം കേട്ടോ. 2ാം പാദവാർഷിക മൂല്യനിർണയം ആണ് നമ്മളിപ്പോ നടത്തിയത്. സൈലം നടത്തിയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇപ്പൊ ടീച്ചർ പറയാൻ പോകുന്നത്. അപ്പൊ മലയാള സെക്കൻഡിൽ അല്ലെ, അടിസ്ഥാന പാഠാവലിയില് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പരീക്ഷയായിരുന്നു. അപ്പൊ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു. ഇല്ലാത്തവരെന്ത് ചെയ്യാ, ഈ ഒരു പരീക്ഷ ഒന്ന് എഴുതി നോക്കിയിട്ട് ഇതൊന്ന് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ആരാണിത്? ഗാന്ധിജിയാണ്, മഹാത്മാഗാന്ധിജിയാണ് അല്ലേ. വാഗ്മയ ചിത്രം, പ്രവർത്തനം 1, വാഗ്മയ ചിത്രം. കുട്ടിരാമ മേനോൻ മാസ്റ്ററുടെയും ഗുരുദേവന്റെയും വാഗ്മയ ചിത്രങ്ങൾ പരിചയപ്പെട്ടല്ലോ. ലോകം മുഴുവൻ നന്മയുടെ പ്രകാശം വരുത്തിയ മഹാനാണ് ആര്? ഗാന്ധിജി അല്ലെ. ലളിതമായ വേഷം, സൗമ്യ ഭാവം, ചിത്രവും സൂചനകളും ഉൾക്കൊണ്ടുകൊണ്ട് ഗാന്ധിജിയുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി വാഗ്മയ ചിത്രം തയ്യാറാക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം അല്ലെ. എങ്ങനെയാണ് ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കേണ്ടത്? എങ്ങനെയാണ് വാഗ്മയ ചിത്രം തയ്യാറാക്കേണ്ടത്? നമുക്കറിയാം, കുട്ടിരാമ മേനോനൻ മാസ്റ്റർ എന്നും പറഞ്ഞിട്ട് ഒരു തുടക്കത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നിങ്ങൾക്കറിയാലോ. അപ്പോ അതുപോലെ നമ്മുടെ ഗുരുദേവൻ ശ്രീ നാരായണ ഗുരുവിന്റെ ഒരു പാഠം പഠിച്ച സമയത്ത് നാരായണ ഗുരുവിനെ നമ്മൾ വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചിട്ടുണ്ടായിരുന്നു. അതിനായിരുന്നു വാഗ്മയ ചിത്രം എന്ന് പറയുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ ഗാന്ധിജിയെ അതുപോലെ വർണ്ണിക്കാനാണ് വാഗ്മയ ചിത്രം, അദ്ദേഹത്തിന്റെ വാഗ്മയ ചിത്രമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഒന്ന് നോക്കിയാലോ. എങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കിയതും ടീച്ചർ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്യതയുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കിയേ. നിങ്ങൾ എഴുതിയതുമായിട്ട് ടീച്ചർ ഇവിടെ ഉത്തരമായിട്ട് എഴുതിയിട്ടുണ്ട്. ലളിതമായ വേഷവും സൗമ്യമായ പെരുമാറ്റവും തേജസ് തുളുമ്പുന്ന മുഖം. അദ്ദേഹം വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് അല്ലെ. അദ്ദേഹം വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. വെളുത്ത നേരിയത് കൊണ്ട് അദ്ദേഹം പുതച്ചിട്ടുണ്ട്. വെളുത്ത നേരിയത് കൊണ്ട് അദ്ദേഹം പുതച്ചിട്ടുണ്ട്. കണ്ണടയും കയ്യിൽ സദാസമയം കാണുന്ന വടിയും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതോ ദിവ്യ പുരുഷനാണെന്ന് നമുക്ക് തോന്നും എന്നാണ് പറയുന്നത്. ഇദ്ദേഹമാണ് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ബാപ്പുജി, നമ്മുടെ സ്വന്തം ബാപ്പുജി എന്ന് നിങ്ങൾക്ക് എഴുതി വെച്ചാൽ എന്തായി? വാഗ്മയ ചിത്രമായി. അദ്ദേഹത്തിന്റെ വേഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, മുഖത്തെ ആ തേജസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ഇതാണ് വാഗ്മയ ചിത്രം എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് എന്റെ മക്കൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ 2ാമത്തെ പ്രവർത്തനത്തിലോട്ട് പോയാലോ. ഇത് മനസ്സിലായല്ലോ കുഞ്ഞുങ്ങൾക്ക്. 2ാമത്തെ പ്രവർത്തനാണ് വിശകലന കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് 2ാമത്തെ ക്വസ്റ്റ്യൻ? വിശകലന കുറിപ്പ് തയ്യാറാക്കുക. 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിശകലന കുറിപ്പ് തയ്യാറാക്കുക അല്ലെ. വിശകലന കുറിപ്പ് തയ്യാറാക്കുക. ഈ വാർത്ത വായിക്കൂ. ഈ വാർത്ത വായിക്കൂ. ഏത് വാർത്തയാണ് വായിക്കേണ്ടത്? നമുക്കൊന്ന് നോക്കാം. എവിടെയാണ് വാർത്ത തന്നിരിക്കുന്നത് എന്ന്. സൈക്കിൾ വാങ്ങാൻ സ്വരുക്കൂട്ടിയ പണം നൽകി ചെന്നൈക്കാരി അനുപ്രിയ. ഇതാണ് എന്ത് വാർത്തയുടെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെ. സൈക്കിൾ വാങ്ങാൻ സ്വരുക്കൂട്ടിയ പണം നൽകി ചെന്നൈക്കാരി അനുപ്രിയ. എന്താണ് വാർത്ത? തന്റെ സമ്പാദ്യ കുടുക്ക പൊട്ടിക്കുമ്പോൾ 2ാം ക്ലാസ്സുകാരി അനുപ്രിയയുടെ മനസ്സിൽ പ്രളയ ദുരിതം അനുഭവിക്കുന്ന കേരളം മാത്രമായിരുന്നു. 4 വർഷമായി സൈക്കിൾ വാങ്ങാനായി കൂട്ടിവെച്ച നാണയത്തുട്ടുകൾ അച്ഛനെ ഏൽപ്പിച്ചുകൊണ്ട് 8 വയസ്സുകാരി പറഞ്ഞു, ഇത് കേരളാവുക്ക് കൊടുക്കാം. ഇത് കേരളാവുക്ക് കൊടുങ്കോ. ഇത് കേരളാവുക്ക് കൊടുങ്കോ അല്ലെ. തമിഴാണ് അല്ലെ. തമിഴാണ് സംസാരിക്കുന്നത്. ഈ അനുഭവത്തെ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പഴഞ്ചൊല്ലിനെ മുൻനിർത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറയുന്നത്.
ഈ അനുഭവത്തെ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പഴഞ്ചൊല്ലിനെ മുൻനിർത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോ എന്താണ് ഈ കുട്ടി ചെയ്തത്? 2ാം ക്ലാസ്സുകാരി അനുപ്രിയ എന്താണ് പറഞ്ഞത്? കേരളാവുക്ക് ഈ സ്വരുക്കൂട്ടിയ പണം കൊടുക്കാമെന്ന്. കാരണം എന്താണ്? ആ കുട്ടി കണ്ടിട്ടുണ്ടായിരുന്നു പ്രളയ ദുരന്തം അനുഭവിക്കുന്നവരുടെ കഷ്ടതകൾ, അല്ലെ? അപ്പൊ തനിക്ക് വർഷങ്ങളായിട്ട് താൻ സ്വരുക്കൂട്ടി വെച്ച കുറച്ച് പണമുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സൈക്കിള് വാങ്ങാനായിരുന്നു, അല്ലെ? ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും അനുപ്രിയയുടെ. പക്ഷേ ആ കുഞ്ഞു മനസ്സിന്റെ ആ ഒരു നന്മ, അല്ലെ, അതുകൊണ്ട് എന്താണ് തീരുമാനിക്കുന്നത്? ഇത് കേരളത്തില് പ്രളയം അനുഭവിക്കുന്നവർക്ക് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് വന്നത്? ഈ മോള് പറയുന്നത്, അല്ലെ? ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ ഇപ്പം പ്രളയകാലമൊക്കെ കഴിഞ്ഞു, അല്ലെ? പ്രളയ ദുരന്തം അനുഭവിക്കുന്നവർക്ക് നമ്മള് നമുക്ക് ആവുന്ന ഒരു പണം കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇതുമായിട്ട് അല്ലെങ്കിൽ ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ചോദ്യങ്ങൾ വരിക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു പഴഞ്ചൊല്ലിനെ മുൻനിർത്തി ഇതെങ്ങനെ വിശദീകരിക്കാമെന്നാണ്. എന്താണ് ഇവിടുത്തെ പഴഞ്ചൊല്ല്? അണ്ണാറക്കണ്ണനും തന്നാലായത്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന പഴഞ്ചൊല്ലിനെ മുൻനിർത്തി വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കഴിയുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കണം, അല്ലെ? അണ്ണാറക്കണ്ണൻ കുറച്ച് കൂട്ടിവെച്ച് മറ്റുള്ളവർക്ക് കുറച്ച് കാര്യങ്ങളായ ചെയ്യുന്നതിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്, അത് നമുക്ക് പറയാം, അല്ലെ? നമുക്ക് ഒരുപാട് പണമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ആവുന്ന സഹായം നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കഥ കൂടി ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം. ശ്രീരാമൻ സീതയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രീലങ്കയിലേക്ക് പാലം പണിയുവാൻ ഹനുമാന്റെ ചുമതലയിൽ കുരങ്ങന്മാരുടെ ഒരു സംഘത്തെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അവിടത്തേക്ക് ശ്രീലങ്കയിലേക്ക് ഒരു പാലം പണിയാൻ ശ്രീരാമൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹനുമാന്റെ ചുമതലയിൽ ഒരു കുരങ്ങന്മാരുടെ കുറച്ച് സംഘത്തെ ആണിത് ഏൽപ്പിച്ചത്. അപ്പൊ ഈ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ശ്രീരാമൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ, അല്ലെ, പാലം പണിയുവാൻ സഹായിക്കുന്ന ഒരു അണ്ണാൻ കുഞ്ഞിനെയാണ് കാണുന്നത്. പാലം പണിയാൻ അണ്ണാൻ കുഞ്ഞ് എങ്ങനെയാ സഹായിക്കുന്നത് കണ്ടോ? അണ്ണാൻ കുഞ്ഞിനെ കണ്ടു. ചെറിയ ജീവിയായിട്ടും ഓരോ പ്രാവശ്യവും പുഴയിൽ പോവുക, ശരീരം നനയ്ക്കുക. എന്നിട്ട് പുഴയിൽ പോയിട്ട് തന്റെ ശരീരമൊക്കെ നനയ്ക്കും. എന്നിട്ടോ മണ്ണിലുരുളും, പാലത്തിൽ വന്നിരിക്കുകയും ചെയ്യും. അപ്പൊ പാലം പണിയില് തനിക്ക് ആവുന്ന വിധം സഹായിക്കാൻ പറ്റും, അല്ലെ? ആ പുഴയിൽ ഇങ്ങനെ ഉരുണ്ടിട്ട് അല്ലെ, പുഴയില് നനയ്ക്കും. പുഴയിലെ വെള്ളത്തിൽ പോയിട്ട് താൻ നനയും. അപ്പൊ മണ്ണിൽ വീണിട്ട് ഉരുളും. അപ്പൊ നനഞ്ഞ തന്റെ ശരീരത്തിലേക്ക് മണ്ണ് ഒട്ടിപ്പിടിക്കും, അല്ലെ? ആ മണ്ണൊക്കെ പാലം പണിയാനായിട്ട് പാലത്തിന്റെ അവിടെ പോയിട്ട് അവിടെ കൊടയും. അപ്പൊ തനിക്കാവുന്ന വിധം മണ്ണ് അവിടെ എത്തിക്കുന്ന ഒരു ജോലിയാണ് ആര് ചെയ്തത്? നമ്മുടെ അണ്ണാൻ കുഞ്ഞ് ചെയ്തത്. അപ്പൊ അത് കണ്ട് ശ്രീരാമൻ സ്നേഹപൂർവം അണ്ണാൻ കുഞ്ഞിന്റെ പുറത്ത് ഒന്ന് തലോടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണത്രേ അണ്ണാൻ കുഞ്ഞുങ്ങൾക്ക് പുറത്ത് ഇന്നും ഒരു കറുത്ത വരയുള്ളത്, ശ്രീരാമൻ തലോടിയതിന് ശേഷം എന്നാണ് ഐതിഹ്യം. ഇതുപോലെ തന്നെയാണ് 8 വയസ്സുകാരി അനുപ്രിയയും ചെയ്തത്. താൻ കൊടുക്കുന്ന പണം കുറവാണ് എങ്കിലും അവളാൽ കഴിയുന്ന സഹായം എത്തിക്കാനാണ് അവൾ ശ്രമിച്ചത്, അല്ലെ? അങ്ങനെ നമുക്കും ചെയ്യാൻ കഴിയും. നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് എഴുതിയാൽ മതി. ഈ കഥയൊന്നും നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും ഇതിന്റെ ആശയം വ്യക്തമായിട്ടും വൃത്തിയായിട്ടും എന്റെ കുഞ്ഞുങ്ങള് എഴുതിയാൽ മതി. അപ്പൊ മനസ്സിലായല്ലോ? ഇതുപോലെ മറ്റു ചൊല്ലുകൾ തരും. അപ്പൊ അതും വിശദീകരിക്കണം. ടീച്ചർ ഒരു കോണ്ടന്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, കേട്ടോ. അപ്പൊ ഇതിന്റെ തൊട്ടു മുൻപേ ഉള്ള അടിതെറ്റിയാൽ ആനയും വീഴും എന്ന് പറയുന്ന പഴഞ്ചൊല്ലുണ്ട്. അങ്ങനെ 1-2 ചൊല്ലുകള് ടീച്ചർ ചെയ്തിട്ടുണ്ട്. മക്കൾ അതും ഒന്ന് നോക്കണം കേട്ടോ. പിന്നെ അടുത്ത 3ാമത്തെ പ്രവർത്തനം ആസ്വാദനക്കുറിപ്പാണ്. ആസ്വാദനക്കുറിപ്പിൽ എന്താ പറയുന്നത്? പി മധുസൂദനൻ നായരുടെ ഒരു കവിതയാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ആദ്യം കവിത തന്നിട്ടുണ്ടാവുമല്ലോ, അല്ലെ? ആരാ എഴുതിയതെന്ന് തന്നിട്ടുണ്ടാവുമല്ലോ. അത് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കാം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. വൈകി വന്ന പൂവിനെന്റെ കണ്ണുകൊണ്ടൊരുമ്മ, കണ്ണുനീരണിഞ്ഞു നിൽക്കയുള്ളു ചുട്ടൊരുമ്മ, നീ എനിക്കു സുന്ദരി അത്രമേൽ പ്രിയങ്കരി,
ഉണ്ടു ദുഃഖമെങ്കിലും നിറഞ്ഞു പുഞ്ചിരിപ്പു നീ. നിൻ സുഗന്ധമിവിടെയൊക്കെ നീ വിതയ്ക്കുക, നിൻ വെളിച്ചമുലകിനാകെ നീ കൊടുക്കുക. നീ എനിക്കു സുന്ദരി അത്രമേൽ പ്രിയങ്കരി, നീ എനിക്ക് സുന്ദരിയാണ് അത്രമേൽ പ്രിയങ്കരിയാണ് എന്ന് പൂവിനോട് പറയുന്നതാണ് അല്ലെ. വൈകി വന്ന പൂവിനെന്റെ കണ്ണുകൊണ്ടൊരുമ്മ. പ്രകാശം പരത്തുന്നവർ എന്ന യൂണിറ്റിലൂടെ അറിഞ്ഞ കാര്യങ്ങൾ കവിതയിലെ ആശയവുമായിട്ട് പരിശോധിച്ച് കവിതയ്ക്കൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രകാശം പരത്തുന്നവർ എന്ന് പറയുന്ന യൂണിറ്റില് കുറെ ആളുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ് പ്രകാശം പരത്തുന്നവർ എന്ന യൂണിറ്റിൽ ആരെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അബ്ദുറഹിമാൻ സാഹിബിന്റെ മരണമില്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, അബ്ദുറഹിമാൻ സാഹിബിനെ പറ്റിയിട്ട് അക്കിത്തം എഴുതിയതാണ് അല്ലെ. തന്റെ അധ്യാപകൻ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അല്ലെ, ക്ലാസ്സില് അവരെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ കുട്ടിരാമ മേനോൻ മാസ്റ്റർ അബ്ദുറഹിമാൻ സാഹിബിന്റെ പ്രസംഗം കുട്ടികളെ കേൾപ്പിക്കുന്നതിലൂടെ ആ ഒരു വ്യക്തിയെ പറ്റി കുട്ടികളിലേക്ക് ഒരു ധാരണ എത്തിക്കുകയാണ് അല്ലെ. പിന്നെ നമ്മൾ പഠിച്ചത് ആരെ പറ്റിയായിരുന്നു? ശ്രീനാരായണ ഗുരുവിനെ പറ്റിയായിരുന്നു അല്ലെ. ശ്രീനാരായണ ഗുരുവിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെയല്ലേ നമ്മളത് പ്രകാശം പരത്തുന്നവർ എന്ന യൂണിറ്റിൽ പഠിച്ചത്. അതുപോലെ എന്താണ്, കർണന്റെ ആ ഒരു കാര്യവും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ദ്രൻ എന്താണ് കർണനോട് പടച്ചട്ടയും പടച്ചട്ടയൊക്കെ ചോദിക്കുന്നതാണ് അല്ലെ കഥ. അപ്പൊ അത് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? എന്നിട്ട് കർണൻ എന്താണ് വളരെ സന്തോഷത്തോടെ തനിക്ക് തന്റെ ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ട് മറ്റുള്ളവരുടെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് കർണൻ അത് നൽകുകയാണ് അല്ലെ. അതൊക്കെയായിരുന്നു പ്രകാശം പരത്തുന്നവർ എന്ന യൂണിറ്റില്. അതും ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക അല്ലെ. അത് ഒരു പൂവ് സുഗന്ധം പടർത്തുന്നതും വെളിച്ചം അല്ലെ, ഈ വെളിച്ചം ഉലകിനാകെ നീ കൊടുക്കുക എന്ന് പറയുന്ന ഒരു കവിതയാണ് അല്ലെ. പൂവിനോട് പറയാണ് മറ്റുള്ളവർക്ക് നീ വെളിച്ചം വിതറുക, മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുക. പുഞ്ചിരിച്ചുകൊണ്ട്, നിനക്ക് ഉള്ളിൽ ദുഃഖമുണ്ടെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോലെ അതിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മളെ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പി മധുസൂദനൻ നായരുടെ വൈകി വന്ന പൂവ് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്ത ഏതാനും വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത്. തുടക്കം നമ്മൾ എഴുതുന്നു ആരെഴുതിയതാണ്, ഏത് കവിതാ സമാഹാരത്തിൽ നിന്നാണ് എന്നുള്ളത് അല്ലേ. അല്ലെങ്കിൽ വൈകി വന്ന എന്ന കവിതയിൽ നിന്ന് എടുത്ത ഏതാനും വരികൾ എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെ. കവിതാ സമാഹാരം എന്ന് വേണ്ട, കവിതാ സമാഹാരത്തിൽ നിന്ന് ഏത് കവിതയിൽ നിന്ന് എടുത്ത, അങ്ങനെയാക്കാം നമുക്ക്. കവിതയിൽ നിന്നും എടുത്ത അല്ലെ. മാതൃത്വത്തിന്റെ അഗാധമായ സ്നേഹത്തെയാണ് കവി ഈ വരികളിലൂടെ കാണിക്കുന്നത്. വൈകി വന്ന പൂവിന് കണ്ണുകൊണ്ട് അമ്മ കൊടുക്കുന്നു അല്ലെ. കണ്ണുകൊണ്ട് അമ്മ കൊടുക്കുന്നത് എന്താണ്? ഉമ്മ കൊടുക്കുന്നു ട്ടോ. എനിക്ക് എത്ര സുന്ദരിയാണെന്നും പ്രിയങ്കരിയാണെന്നും നിന്റെ ദുഃഖം എനിക്ക് അറിയാമെന്നും അമ്മ പറയുന്നു. എങ്കിലും നീ പുഞ്ചിരിക്കണം, നിന്റെ സുഗന്ധം എല്ലായിടത്തും വിതരണം അല്ലെ. നിന്റെ സുഗന്ധം എല്ലായിടത്തും എത്തണമെന്നും ആര് പറയാണ്? അമ്മ പറയുകയാണ്. പ്രപഞ്ചത്തിന് സുഗന്ധപൂരിതമായ വെളിച്ചം നൽകണമെന്നും അമ്മ ആഗ്രഹിക്കുന്നു. ഒരമ്മ മകളോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഇവിടെ അമ്മ പൂവിനോട് പറയുന്നതായിട്ട് അല്ലെ. പൂവിനോട് പറയുന്നതായിട്ട് കവി ചിത്രീകരിക്കുന്നത് ഒരു തന്റെ മകളോട് അല്ലെ, മകളോട് പറയും പോലെ ഒരു പൂവിനോട് പറയുകയാണ് ഇതില്. ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുകയും മറ്റുള്ളവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കുകയും വേണം എന്ന വലിയ സന്ദേശവും എന്താണ് ആര് കൊടുക്കുന്നു? വലിയ സന്ദേശവും ഈ വരികളിൽ ഒളിഞ്ഞു കിടക്കുന്നു. അത് തന്നെയല്ലായിരുന്നോ നമ്മുടെ പ്രകാശം പരത്തുന്നവർ അല്ലെ. കർണൻ ഇന്ദ്രന് വേണ്ടിയിട്ട് അത് ചെയ്തു കൊടുത്തപ്പോൾ എന്താണ്, കർണൻ അറിയാം തന്റെ പടച്ചട്ടയും കുണ്ടലങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്,
തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നു. എന്നിട്ടും കർണൻ അത് കൊടുക്കുന്നു അല്ലെ ഇന്ദ്രന്. പിന്നെ അതുപോലെ തന്നെ അബ്ദുറഹിമാൻ സാഹിബ് അവരും എന്താണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചവരാണ് അല്ലെ, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അങ്ങനെ തന്നെയല്ലേ ഗുരുദേവന്റെ കാര്യം. ആ പാഠത്തിൽ നമ്മൾ അതൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ഇത്തരത്തിൽ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുകയും മറ്റുള്ളവരുടെ ആഗ്രഹം മറ്റുള്ളവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്യുകയും നമ്മളാൽ കഴിയുന്നത് ചെയ്തു കൊടുക്കുകയും വേണം എന്നുള്ള ഒരു കാര്യം എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ആസ്വാദനക്കുറിപ്പ് അവസാനിപ്പിക്കാം കേട്ടോ. അടുത്തത് താരതമ്യക്കുറിപ്പാണേ. താരതമ്യക്കുറിപ്പ് ഇപ്പൊ നോക്ക്, നമ്മൾ പരീക്ഷയ്ക്ക് നേരിട്ടൊരു ചോദ്യവും കാണുന്നില്ല അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. ഈ ഇതിൽ വേണം നിങ്ങൾ കാര്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിൽ കാണേണ്ടത് മക്കളെ കേട്ടോ. അമ്മ വരാന്തയുടെ തുടക്കത്തിൽ ഒരു ഇല വെക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ നിലത്ത് ഇലയിൽ ഒരു ചോറുരുള വെച്ചു. ഞാൻ ഉരുളയിലേക്ക് നോക്കി. ചോറും പരിപ്പും നെയ്യും പപ്പടവും കൂടി യോജിപ്പിച്ച് ഉരുട്ടിയെടുത്തതായിരുന്നു അത്. അങ്ങനെ വരാന്തയിൽ ഇടയ്ക്കിടെ ഇല വെക്കുകയും അമ്മ ഉരുള വെക്കുകയും ചെയ്തു. അതിനിടെ ഞാൻ ചോദിച്ചു, ഇതെന്തിനാണ് അമ്മേ? ഇത് എന്തിനാണ് അമ്മേ? ല്ലേ, ഓണമല്ലേ മോനെ, ഓണത്തിന് ഉറുമ്പിനും കൊടുക്കണം എന്ന് അമ്മ പറഞ്ഞു. ഉറുമ്പിന് എന്തിനാ കൊടുക്കുന്നത്? ഞാൻ തർക്കിച്ചു. മോനെ, ഉറുമ്പും ദൈവ സൃഷ്ടിയല്ലേ, ഉറുമ്പും ദൈവത്തിന്റെ ഒരു സൃഷ്ടിയല്ലേ, അതിനും വിശക്കില്ലേ? അതുപോലെ വിശന്നിരുന്നാൽ ഓണമാവുകയില്ല എന്ന് പറയുകയാണ്. പ്രൊഫസർ എസ് ശിവദാസിന്റെ ഒരു ലേഖനത്തിലെ ഭാഗമാണ് ഇത്. പ്രൊഫസർ എസ് ശിവദാസിന്റെ ഒരു ലേഖനത്തിന്റെ ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോ ജൈവമീ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കുവിൻ എന്ന് അബ്ദുറഹിമാൻ സാഹിബ് നമ്മളോട് പറയുന്നു അല്ലേ. ജീവനുള്ള ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ എല്ലാറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം എന്ന് അബ്ദുറഹിമാൻ സാഹിബ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ആ കവിതയിൽ, മരണമില്ലാത്ത മനുഷ്യൻ എന്ന കവിതയിൽ അല്ലെ, ആരോടും സ്നേഹമില്ലാത്ത, ഒന്നിനോടും സ്നേഹമില്ലാത്ത എത്രയെത്ര പ്രവൃത്തികളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇക്കാര്യങ്ങളും മുകളിൽ നൽകിയ ലേഖന ഭാഗത്തിലെ ആശയവും തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കണം. മുമ്പിൽ ഈ ലേഖനത്തിൽ എന്താ പറയുന്നത്? അമ്മ പറയാണ്, ഒരു ഉറുമ്പ് പോലും നമ്മുടെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യും? അതിനും വിശക്കും. അപ്പൊ അതിനെയും നമ്മൾ പരിഗണിക്കണം അല്ലെ. ഓണമായാല് ഉറുമ്പിന് പോലും, അതായത് എല്ലാവരെയും നമ്മൾ പരിഗണിക്കണം അല്ലെ. ഈ ഭൂമിയുടെ അവകാശിയാണ് അതെല്ലാം എന്നുള്ള ഒരു കാര്യമാണ്, ഒരു നന്മയാണ് അമ്മ കുട്ടിയെ പഠിപ്പിക്കുന്നത് ഇതില് അല്ലേ. അപ്പൊ അബ്ദുറഹിമാൻ സാഹിബ് എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ കവിതയിലെ, അക്കിത്തത്തിന്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ജൈവമീ പ്രപഞ്ചത്തെ മുഴുവനായും നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കണം. അപ്പൊ നിങ്ങൾ ആ കുറിപ്പിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാട്ടോ. നോക്കിയേ, മറ്റു ജീവികളെയും സ്നേഹിക്കാൻ അദ്ദേഹത്തിന്റെ അമ്മ പഠിപ്പിക്കുന്നതായി കാണാം അല്ലെ. ഈ ലേഖനത്തിൽ കാണാണ് മറ്റു ജീവികളെയും സ്നേഹിക്കണം, ഉറുമ്പിനെ പോലും സ്നേഹിക്കണം എന്നാണ് പറഞ്ഞത് അല്ലെ, കാണാം. അപ്പോ ഉറുമ്പും ദൈവ സൃഷ്ടിയാണെന്നും അതിനും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ആ ഒരു കൃതിയിലും പറയുന്നത് ഇത് തന്നെയാണ്. ഈ ഭൂമിയിലുള്ളതിനെല്ലാം ഭൂമിയുടെ അവകാശിയാണ് അല്ലെ, നമ്മൾ മനുഷ്യന്മാരുടേത് മാത്രമല്ല എന്നൊക്കെ ഉള്ള ഒരു കാര്യമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എഴുതാം. ബഷീർ ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയിൽ പറഞ്ഞതുപോലെ എന്നൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. അപ്പൊ മാർക്കൊക്കെ എക്സ്ട്രാ വീഴൂട്ടോ. അപ്പൊ ഉറുമ്പും ദൈവ സൃഷ്ടിയാണെന്നും അതിനും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ജൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് അബ്ദുറഹിമാൻ സാഹിബ് അല്ലെ. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ എല്ലാറ്റിനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞതാണ് അബ്ദുറഹിമാൻ സാഹിബ് അല്ലെ. ഇത്തരം മഹത്തായ കാഴ്ചപ്പാടുള്ളവർ കുറവാണ് അല്ലെ. ഇത്തരത്തിലുള്ള ആളുകൾ വളരെ കുറവാണ്. ആരോടും ഒന്നിനോടും സ്നേഹമില്ലാതെ മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തികൾ തിരുത്താൻ സമയമായി എന്നാണ് ഈ വായനാക്കുറിപ്പുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. ഇതല്ലേ.
അപ്പോൾ നമ്മൾ എന്താണ് താരതമ്യം ചെയ്തത്? ഈ ലേഖനത്തിലെ ആശയവും അതുപോലെ അബ്ദുറഹിമാൻ സാഹിബ് പറഞ്ഞതൊക്കെ കണക്ട് ചെയ്തിട്ടും പിന്നെ ആരോടും സ്നേഹമില്ലാത്ത, ഒന്നിനോടും സ്നേഹമില്ലാത്ത കുറേ പ്രവൃത്തികൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതായിക്കോട്ടെ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതായിക്കോട്ടെ, അതൊക്കെ എന്റെ മക്കൾക്ക് ഇതിൽ എന്ത് ചെയ്യാ? അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർക്കാട്ടോ. മനസ്സിലായോ കുഞ്ഞുങ്ങൾക്ക്? അപ്പോ നമുക്ക് ഇനി തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? ലഘു ഉപന്യാസമാണ്. ലഘു ഉപന്യാസം നമ്മൾ നോക്കിയാലോ അല്ലേ? ചോദ്യം വലിയതായിരിക്കും, അപ്പൊ വായിക്കാൻ വളരെ മടിയായിരിക്കും അല്ലെ. പക്ഷെ നിങ്ങൾ വായിക്കണം, കൃത്യമായിട്ട് ആ ചോദ്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് വേണം അതിനുള്ള ഉത്തരം എഴുതാം കേട്ടോ. യാതൊരു ഭേദവുമില്ലാതെ പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിക്കാൻ അബ്ദുറഹിമാൻ സാഹിബും ശ്രീ നാരായണ ഗുരുദേവനും നമ്മോട് ആവശ്യപ്പെടുന്നു. കേരളത്തിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ ഇത്തരത്തിലുള്ള പല നന്മകളും നാം കാണുകയുണ്ടായി. ജീവൻ പണയം വെച്ച് മറ്റുള്ളവരുടെ രക്ഷയ്ക്കെത്തുന്നവർ, മക്കളുടെ വിവാഹത്തിന് നീക്കിവെച്ച പണം നൽകിയവർ, സമ്പാദ്യ കുടുക്ക അപ്പാടെ ഏൽപ്പിക്കുന്ന കുട്ടികൾ, ജാതിയും മതവും നോക്കാതെ ജനങ്ങളെ സഹായിക്കുകയും സൗകര്യമൊരുക്കുകയും ചെയ്യുന്ന ആരാധനാലയങ്ങൾ, അങ്ങനെ എത്രയോ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ വിചാരിക്കും എന്ത്, ഇവരൊക്കെ നന്മയുടെ, ഇത്രയും നന്മയുള്ള ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ എന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ട് ആ പ്രളയകാലത്തിൽ അല്ലേ. ഇവരും പ്രകാശം പരത്തുന്നവരല്ലേ? പ്രകാശം പരത്തുന്നവർ എന്ന പാഠഭാഗത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ മനുഷ്യ സ്നേഹം, അനീതികളെ എതിർക്കൽ എന്നീ ആശയങ്ങളെ ഉൾപ്പെടുത്തി അതിരില്ലാത്ത സ്നേഹം, എന്താണ് വിഷയം? അതിരില്ലാത്ത സ്നേഹം എന്ന വിഷയത്തെ കുറിച്ച് ലഘു ഉപന്യാസം. ഉപന്യാസം എന്ന് പറയുമ്പോൾ കുറച്ചു മതി, അപ്പൊ ലഘു ഉപന്യാസമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? അതിരില്ലാത്ത സ്നേഹം, അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം? നല്ല വൃത്തിയിൽ ഉപന്യാസിക്കണം. എന്താണ് അതിരില്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കാം. തലക്കെട്ട് അതിരില്ലാത്ത സ്നേഹം തന്നെ നമുക്ക് കൊടുക്കാം. എന്തൊക്കെ കാര്യങ്ങളാ ഇത്? നോക്കിയേ, കേരളത്തില് ദുരന്തം ഉണ്ടായ സമയത്തുള്ള കാര്യം ഇവിടെ പറഞ്ഞില്ലേ. മറ്റുള്ളവരുടെ ആ ജീവൻ പണയം വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ രക്ഷയ്ക്കെത്തുന്ന, അതുപോലെ മക്കളെ കല്യാണത്തിനൊക്കെ വെച്ച പണം എന്താണ് പ്രളയ ദുരന്തം അനുഭവിക്കുന്നവർക്ക് കൊടുക്കുന്നേ. പിന്നെ സമ്പാദ്യ കൊടുക്കുക. നമ്മൾ നേരത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു അല്ലെ. ഒരു കുട്ടി തന്റെ സൈക്കിൾ വാങ്ങാൻ വെച്ച കാശ് ഇതിലേക്ക് സഹായിച്ചത്, അതുപോലെ സമ്പാദ്യ കൊടുക്കുകയൊക്കെ ഇതിലേക്കായിട്ട് കൊടുക്കുന്നു. ജാതിയും മതവും ഒന്നും നോക്കാതെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ ആര് ചെയ്യാണ്? മനുഷ്യർ ചെയ്യുകയാണ്, നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്. അപ്പൊ ഇവരും പ്രകാശം പരത്തുന്നവരല്ലേ? നിങ്ങളും ചെയ്തിട്ടില്ലേ? അണ്ണാൻ കുഞ്ഞിന് തന്നാലായതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ സഹായങ്ങൾ നിങ്ങളുടെ വീട്ടുകാരൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പോ ഇതെല്ലാം ചേർത്ത് വെച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കണം. എസ്സേ. ഉപന്യാസം എഴുതുമ്പോൾ എന്ത് വേണം? അതിരില്ലാത്ത സ്നേഹം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്താണ് ഹെഡിങ്? അത് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ വേറെ കൊടുക്കാം അല്ലേ. സ്നേഹസ്പർശം എന്നൊക്കെ കൊടുക്കാം വേണമെങ്കിൽ. ടീച്ചർ സ്നേഹസ്പർശം എന്ന് കൊടുക്കുന്നു. സ്നേഹസ്പർശം. അപ്പൊ മക്കളെ നമുക്ക് അതൊന്നും നോക്കാം അല്ലെ. അത് നല്ലൊരു തുടക്കം വേണം. നമ്മുടെ പ്രപഞ്ചം നിലനിൽക്കുന്നത് പരസ്പര സ്നേഹത്തിലൂടെയാണ് എന്ന് പറയാം. സ്നേഹം ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. സ്നേഹം എന്താണ്? ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. പലതരത്തിലുള്ള സ്നേഹങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹം, സഹപാഠികൾ തമ്മിലുള്ള സ്നേഹം, അങ്ങനെ സ്നേഹം നീണ്ടുപോകുന്നു. കുടുംബങ്ങളുടെയും ബന്ധങ്ങളുടെയും നിലനിൽപ്പിനും കെട്ടുറപ്പിനും പരസ്പര സ്നേഹം അത്യന്താപേക്ഷിതമാണ് അല്ലെ. പരസ്പരം നിലനിൽപ്പിനും കെട്ടുറപ്പിനും സ്നേഹം എന്താണ്? അത്യന്താപേക്ഷിതമാണ്. നമ്മൾ അഗതികളോടും പാവങ്ങളോടും കഷ്ടപ്പെടുന്നവരോടും പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ, പാവങ്ങളോടും കഷ്ടപ്പെടുന്നവരോടും കാരുണ്യം കാണിക്കുകയും അവരെ സ്നേഹിക്കുകയും വേണം. ഈ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വൃദ്ധസദനമാണ്. നാം ഈ ലോകത്തേക്ക് വന്നത് തന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല. ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും അവരോട് കരുണ കാണിക്കാനും നാം തയ്യാറാവണം. എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതു പറഞ്ഞ് നമുക്ക് ഈ ഒരു ലഘു ഉപന്യാസം നിർത്താം അല്ലേ. അങ്ങനെ നിങ്ങളുടേതായ അഭിപ്രായം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിച്ചേർക്കാം കേട്ടോ. അപ്പൊ നമ്മൾ 5 ചോദ്യങ്ങൾ
തന്നിരുന്നു. ആ 5ന്റെയും ഉത്തരങ്ങൾ നമ്മൾ കണ്ടു. ഇതിപ്പോ നിങ്ങൾ എഴുതുന്ന ഇപ്പൊ ഉപന്യാസമൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതുന്നതിന്റെ ഭാഷ, അതുപോലെ ഖണ്ഡിക തിരിച്ചാണോ നിങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ നോക്കൂട്ടോ. താരതമ്യ കുറിപ്പാണെങ്കിൽ 2ന്റെയും താരതമ്യപ്പെടുത്തുന്ന ആ ഒരു കുറിപ്പ്, അതും കൂടെ എന്റെ മക്കൾ എന്ത് ചെയ്യണം, മക്കള് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ 2ാം പാദവാർഷിക മൂല്യനിർണയത്തിന്റെ ഇങ്ങനെ പുറത്ത് നിന്ന് പൂർണ്ണമായ ഒറ്റ ചോദ്യം പോലും ഇതിൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ നേരിട്ട് ചോദിക്കുന്നത്. ചില അർത്ഥങ്ങളൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്രമാത്രമാണ് അതിൽ നിന്ന് കാണുന്നത്. ബാക്കി പാഠം അറിഞ്ഞിരിക്കുകയും വേണം, അതുമായിട്ട് ചോദ്യങ്ങളെ കണക്ട് ചെയ്യാനും നമുക്ക് പറ്റണം. അപ്പൊ പാഠപുസ്തകം കൃത്യമായിട്ട് വായിച്ചിട്ടാണ് പോകാവൂ. നമ്മളെല്ലാ പാഠങ്ങളും കംപ്ലീറ്റ് ആയതാണ്, എല്ലാ ലൈവുകളും. അപ്പൊ ആ ലൈവൊക്കെ ഒന്ന് എടുത്ത് കാണുക. അപ്പൊ ടീച്ചർ എന്താണ് ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പരീക്ഷയോട് അടുപ്പിച്ചൊക്കെ ടീച്ചർ വരാം. അത് മാത്രല്ല ലൈവ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണണം. കൂടുതൽ കാര്യങ്ങൾ, ഒരു റിവിഷൻ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലൈവിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.